മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. SFIU അന്വേഷണം പ്രഖ്യാപിച്ചതിൽ ചർച്ച ആവശ്യപ്പെട്ട മാത്യു കോൾനാടൻ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരിനെതിരെ ഈ സർക്കാരിന്റെ പ്രമേയവും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരുമിച്ചുണ്ടാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതി അവലോകനം ചെയ്യുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാം, ശ്രീജിത്തെ, ഇന്ന് എക്സാലോജിക്ക് വിഷയം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അടിയന്തര പ്രമേയം അനുവദിക്കാൻ സാധ്യതയുണ്ടോ? അടിയന്തര പ്രമേയം അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എക്സാലോജിക്കലുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഹൈക്കോടതിയിലും മറ്റും ഈ മാസപ്പടി വിവാദത്തിൽ നിൽക്കുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരുപക്ഷെ സ്പീക്കർ അടിയന്തര പ്രമേയം റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണനയ്ക്കെടുക്കാൻ സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ സൂചന. മാത്രമല്ല, ചട്ടം 52 പ്രകാരം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ സഭാതലത്തിൽ ഉന്നയിക്കുന്നതിനുള്ള പരിമിതികളുമുണ്ട്. ഇത് അങ്ങനെയാണോ ശ്രീജിത്ത് ഉദ്ദേശിക്കുന്നത്? അതായത് അടിയന്തര പ്രമേയ ചർച്ച നോട്ടീസ് തന്നെ തള്ളും എന്നാണ്? അടിയന്തര പ്രമേയ ചർച്ച നോട്ടീസ് തന്നെ തള്ളാൻ ഉള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ് ചൂണ്ടിക്കാണിച്ച് ഒരുപക്ഷെ ഭരണപക്ഷത്തിൻ്റെ നിലപാടും അതുതന്നെയായിരിക്കും. അതുകൂടി പരിഗണിച്ച് ചെയർ ഈ നോട്ടീസ് പരിഗണനയ്ക്ക് എടുക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ശൂന്യവേളയുടെ തുടക്കം മുതൽ തന്നെ നിയമസഭ ശബ്ദായമാനമായ രംഗങ്ങളിലേക്ക് കടക്കും. ഇന്ന് ഈ കേന്ദ്ര വിരുദ്ധ പ്രമേയം ഭരണപക്ഷത്തു നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ പ്രതിപക്ഷം നിർബന്ധിതമാണ്. അപ്പോൾ പ്രമേയ അവതരണത്തിൻ്റെ ഘട്ടം വരെ കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ കൗശലം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകും. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ലെങ്കിൽ അതിനോട് കലഹിച്ച് സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ഞാൻ ചോദിച്ചത് ശ്രീത്തെ, പക്ഷേ നോട്ടീസ് തള്ളുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നില്ല. അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാൻ തീരുമാനിക്കുമോ എന്നുള്ളതായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ഏറ്റവും വലിയ പ്രചാരണ വിഷയം എക്സാലോജിക്കായിരിക്കും. ആ ഘട്ടത്തിൽ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൊരു അവസരം കൂടിയല്ലേ. ആ നിലയിൽ ഇത് ചർച്ചക്കെടുക്കണം എന്ന് തീരുമാനിക്കുമോ? അതിനുള്ള സാധ്യത ഒരു 50% താഴെ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇത്തരമൊരു ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുന്ന രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് എന്നാണ് CPM നിലപാട്. ഇത് കഴിഞ്ഞ കുറേ ഘട്ടങ്ങളായി CPM നേതാക്കൾ വ്യക്തമാക്കി. ഇന്നലെയും തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതേ പ്രതികരണം നടത്തിയിരുന്നു. AK ബാലനും സമാനമായ പ്രതികരണങ്ങൾ ഇന്നലെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഒരു പ്രതികരണം ഈ നിലയ്ക്കായതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അന്വേഷണം നടത്തട്ടെ, തങ്ങൾ കൊളിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ സുതാര്യമായ സാമ്പത്തിക ഇടപാട് എന്ന നിലപാടിൽ മുൻ CPM സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ചർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ അടിയന്തര പ്രമേയം പരിഗണിക്കുമോ, അതായത് ഫ്ലോറിൽ ഉന്നയിക്കാൻ അനുവദിക്കുമോ എന്ന് തന്നെയാണ് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഈ റൂൾ 50 ആണ് പ്രധാന വാദമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. റൂൾ സാങ്കേതികമായിട്ട് സാധ്യമാകില്ല. പക്ഷേ അടിയന്തര പ്രമേയം നോട്ടീസ് തള്ളുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാവും. ഞാൻ മീറ്റ് എഡിറ്റേഴ്സിൽ കഴിഞ്ഞ ദിവസം പ്രവചിച്ച 2 കാര്യങ്ങളിൽ ഒന്ന് ഞാൻ സാമ്പത്തിക ഇറുക്കത്തിൽ ചർച്ച എടുക്കുമെന്ന് പറഞ്ഞു. 2 എക്സാലോജിക്കൽ ചർച്ച എടുക്കും. പക്ഷേ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ കോടതിയിൽ പരിഗണന ഇരിക്കുന്നതുകൊണ്ട് അത് ചർച്ചക്കെടുക്കാൻ ഒഴിവാക്കാം എന്നുള്ളതാണ്. പക്ഷേ നോട്ടീസ് തള്ളിയാൽ സഭ തുടക്കം മുതൽ തന്നെ അത് വലിയ പ്രശ്നം. ചർച്ചയിൽ സഭയിൽ ഉന്നയിക്കാൻ പോലും തയ്യാറായില്ല പറയുന്നത്. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആയുധം കൊടുക്കലാണ്. പക്ഷേ നോട്ടീസ് തള്ളാം ഈ കാര്യങ്ങൾ. കാരണം ഇനി ഇതിനകത്ത് വിശദീകരിക്കാനൊന്നുമില്ല. അടിസ്ഥാനമായി വിശദീകരിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും CPM നേതാക്കൾക്കറിയില്ല. എന്ത് സേവനമാണ് നൽകിയത്? അത് CPM നേതാക്കൾ ബുദ്ധിമുട്ട് മറുപടി പറയും. കാര്യം പ്രതിപക്ഷം അതായിരിക്കും സഭയിൽ ആദ്യം ചോദിക്കുന്ന. പ്രതിപക്ഷം ഇത് ആവർത്തിച്ച് ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു ഗൗരവമായ ചർച്ചയ്ക്ക് സാധ്യതയില്ല. പൊളിറ്റിക്കലായി നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. പൊളിറ്റിക്കലായി അത് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായി ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രസംഗത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മറുപടി പറയാനുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ഈ നേതാക്കൾ വാങ്ങിയ പണം ഉയർത്തിപ്പിടിക്കണം എന്നത് സംബന്ധിച്ച അതൊരു ഒഫൻസീവിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. ഒരു നിമിഷം ശ്രീജിത്തെ, എന്താണ് ഒരു പുതിയ അപ്ഡേഷൻ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ശ്രീജിത്ത്?
അരുൺ, അടിയന്തര പ്രമേയ നോട്ടീസിന്റെ പകർപ്പ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റിയെന്ന ഇൻകം ടാക്സ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെയും ROCയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളും അതിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിന്റെ പകർപ്പാണ് ഇപ്പോൾ ഞാൻ വായിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാണ് ഈ നോട്ടീസിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര എക്സാലോജിക്ക് സഭയിൽ വരും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് മെൻഷൻ ചെയ്യാൻ അനുവദിക്കുമോ അതോ ചർച്ചയ്ക്ക് തയ്യാറാകുമോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്.